നിള റൂമിലേക്ക് വരുമ്പോൾ സേതി ഫോൺ നോക്കി ബെഡിലിരിക്കുകയാണ്. നീ ബാഗ് എടുത്ത് നോക്കിയില്ലേ? നിള ചോദിച്ചിന് സേതി മിണ്ടിയില്ല. ഐ, കുട്ടിയുടെ മിണ്ടാട്ടം പെട്ടെന്ന് പോയോ? നിള അവൾക്കൊപ്പം ബെഡിലേക്കിരുന്നു. സേതി സനിച്ചേട്ടൻ്റെ മമ്മിയെ ഇന്നലെ ഡിസ്ചാർജ് ആക്കി. നമുക്ക് നാളെ ഒന്ന് പോയാലോ? ഇവിടെ നിന്ന് 20 മിനിറ്റ് യാത്രയുള്ളൂ ബസ്സിൽ. കോളേജ് കഴിഞ്ഞിറങ്ങിയാലും നമുക്ക് ഹോസ്റ്റലിൽ സമയത്തിന് മുന്നേ തിരിച്ചെത്താം. നേരത്തെ ഒന്ന് പറഞ്ഞു വെച്ചാൽ പോരെ? സേതിക്ക് ആകെ ദേഷ്യം വന്നു. അവൾ ഫോൺ ബെഡിലേക്കിട്ട് നിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നു. നിനക്ക് സനിച്ചേട്ടനോട് എന്തെങ്കിലും ഒരു ഫീലിംഗ് തോന്നുന്നുണ്ടോ? എന്തിനാ നീ അങ്ങനെ ചോദിച്ചത്? അങ്ങനെ എന്തൊക്കെയോ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞല്ലേ കുറച്ച് നാളായി കോണ്ടാക്റ്റ് ഇല്ലാതിരുന്ന ആളോട് അങ്ങോട്ട് അന്വേഷിച്ചു ചെന്ന് വീണ്ടും സംസാരിച്ചു തുടങ്ങിയത്? എനിക്ക് സനിച്ചേട്ടനോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും തോന്നിയില്ല. പിന്നെ ആളെനിക്ക് ഓക്കെ ആവില്ലെന്ന് ജിതിനേട്ടനും പറഞ്ഞതുകൊണ്ട് ഞാനത് വിട്ടു. പക്ഷേ ആൾ നല്ലൊരു ഫ്രണ്ടാണ്. ഓക്കെ, സമ്മതിച്ചു, ആൾ നല്ലൊരു ഫ്രണ്ടാണ്. നിൻ്റെ ഈ ഫ്രണ്ട്ഷിപ്പ് ആൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലോ? ഉണ്ടെങ്കിലോ എന്നല്ല, ഉണ്ട് നിള. ആളൊരിക്കൽ നിന്നോട് ഇഷ്ടം പറഞ്ഞതിൽ പിന്നെ നീ ആളെ അവോയ്ഡ് ചെയ്ത് വിടാണ് ചെയ്തത്. പിന്നെ നീയായിട്ട് അങ്ങോട്ട് ചെന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ ആൾ എന്തു കരുതണം? ഒരുതരം പ്രതീക്ഷ നൽകി പറ്റിക്കുന്ന രീതി ആവരുത്. ഒരു തുറന്ന സംസാരം നിങ്ങൾക്കിടയിൽ ആവശ്യമാണ് നിള. നിള സേതിയെ നല്ലോണം നോക്കി. ഈ കാര്യത്തിൽ എനിക്ക് ബോധമില്ലാതെ അല്ല സേതി. ആളെ ഒന്ന് അടുത്ത് കിട്ടിയിട്ട് വേണ്ടേ മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ? മമ്മിക്ക് വയ്യാത്ത കൊണ്ട് കോളേജ് വരവ് കുറവല്ലേ, വന്നാലും തിരക്ക്. എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തണമെന്നുണ്ട് സേതി. അതുകൊണ്ട് നല്ല രീതിയിൽ സംസാരിച്ചു ക്ലിയർ ആക്കണമെന്നാണ് എനിക്ക്. അതുകൂടി ആലോചിച്ച ഞാൻ മമ്മിയെ കാണാൻ പോവാമെന്ന് പറഞ്ഞത്. ഒന്ന് സംസാരിക്കാനുള്ള സ്പേസ് കൂടി കിട്ടും. അങ്ങനെ പോവുകയാണെങ്കിൽ ഹോസ്റ്റലിൽ റിപ്പോർട്ട് ചെയ്യണം. എൻ്റെ അമ്മ അറിഞ്ഞാൽ സമ്മതിക്കില്ല. നിള പറഞ്ഞത് കേട്ട് സേതിക്ക് ആശ്വാസം തോന്നി. നിൻ്റെ ജിത്തേട്ടനോട് പറഞ്ഞാൽ പോരെ? അല്ല, ആളാണോ നിൻ്റെ ഇവിടുത്തെ ലോക്കൽ ഗാർഡിയൻ? അയ്യോ അല്ല, എൻ്റെ ലോക്കൽ ഗാർഡിയൻ ശരത്തങ്കിളാണ്, അമ്മയുടെ അനിയൻ. ഓഹോ, പാരൻസ് മീറ്റിങ്ങിന് വരാറുള്ള പുള്ളി. ആൾ തന്നെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇത്രയും വഴി പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അമ്മ തന്നെയാ എൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ശരത്തങ്കിളിനെ ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ആളെ വിളിച്ച് നോക്കിയാൽ സമ്മതിക്കില്ലേ? നീ ശനിയാഴ്ച വീട്ടിൽ പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ അന്ന് പോവാം. ജിത്തേട്ടനെ കൂടി വിളിക്കാം, അപ്പോൾ പ്രശ്നമില്ല. വീട്ടിൽ ചെന്നില്ലെങ്കിൽ ചേച്ചി പ്രശ്നമാക്കും. ചെന്നിട്ട് ഇതുപോലെ കരഞ്ഞു വിളിച്ച് വരാനാണോ? ആ ചോദ്യത്തിന് നിള മുഖം ചുളിച്ചു. എന്തേ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നീ മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത ചിന്തയും കുറ്റബോധം എടുത്ത് കളഞ്ഞേ ആദ്യം. അത് നമുക്ക് പിന്നെ നോക്കാം. തൽക്കാലം അമ്മമ്മ തന്ന ഫുഡ് ഐറ്റംസ് എടുത്ത് വയറ് നിറയ്ക്കാൻ നോക്കാം. നിള തന്നെയാണ് കൊണ്ടുവന്ന ബാഗ് ഓപ്പൺ ചെയ്തത്. ബാഗിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഓരോ വിഭവങ്ങൾ പുറത്തേക്ക് വരുന്നത് കണ്ട് സേതിയും ഒപ്പം കൂടി. രാവിലെ പതിവിലും നേരത്തെ തന്നെ സനി കോളേജിൽ പോവാൻ തയ്യാറായി. മമ്മി. റൂമിൽ ലിൻഡയെ കാണാത്തതുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. മമ്മിക്ക് എന്താ ഇവിടെ കാര്യം? ജേസിക്കൊപ്പം നിൽക്കുന്ന ലിൻഡയോട് സനി തിരക്കി. ഒന്നുമില്ലടാ, ഞാൻ നിനക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡി ആയോ എന്ന് നോക്കാൻ വന്നതാണ്. അതൊക്കെ ജേസി ചേച്ചി നോക്കിക്കോളൂ, മമ്മി അങ്ങോട്ട് പോയേ. ഇവിടെ അങ്ങനെ നിന്ന് നോക്കുമ്പോൾ മമ്മിക്ക് പലതും തോന്നും. വായിക്ക് മരവിപ്പെന്ന് പറഞ്ഞു അച്ചാറെടുത്ത് കഴിച്ചിട്ടാണ് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വന്നത് മറക്കരുത്. ഇല്ലടാ, ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല. ഡോക്ടർ പറഞ്ഞതിന് അപ്പുറം ഇനി ഒന്നുമില്ല. മമ്മി വായോ, നമുക്ക് കഴിക്കാം. എനിക്ക് നേരത്തെ ഇറങ്ങണം. ഭക്ഷണത്തിന് മുന്നേ ഉള്ള മരുന്ന് കഴിച്ചോ? ഇല്ല, ഞാൻ എടുത്തുകൊണ്ട് വരാം. ലിൻഡ റൂമിലേക്ക് പോയപ്പോൾ സനി അടുക്കളയിലെ ഷെൽഫൊക്കെ ഒന്ന് തുറന്നു നോക്കി. ജേസി ചേച്ചി വൈകിട്ട് പോകുമ്പോൾ ഇതിൽ കാണുന്ന അച്ചാറിൻ്റെ കുപ്പികളും മുളകൊക്കെ ഉപ്പിലിട്ടത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാം എടുത്തുകൊണ്ട് പോക്കോ. ഇവിടെ ഇരുന്നാൽ മമ്മി എടുത്ത് കഴിക്കും. ജേസി ചിരിയോടെ തലയാട്ടി. ഉച്ചയ്ക്ക് മരുന്ന് മറക്കാതെ കഴിപ്പിക്കണം. മമ്മിക്ക് എങ്ങനെയാണോ ഡോക്ടർ പറഞ്ഞത് അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കണം. പിന്നെ മമ്മിക്ക് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ മതി എനിക്കും. സ്പെഷ്യലായി ഒന്നും ഉണ്ടാക്കേണ്ട. ഞാൻ നോക്കിക്കോളാം മോനെ. മോൻ സമാധാനമായി പഠിക്കാൻ പോക്കോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ ചേച്ചി, ഞാൻ വന്നിട്ടേ പോകാവൂ. ആ മോനെ. ചേച്ചിയുടെ ഭാഗ്യം. എന്ത് സ്നേഹവും കരുതലുള്ള ഭർത്താവും മോനുമാണ്. ഈ സന്തോഷവും സ്നേഹവും എന്നും ഉണ്ടായാൽ മതി. ജേസി ഒരു നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു.
നിളയെ കാണാനുള്ള തിടുക്കത്തിലാണ് സനി കോളേജിലെത്തിയത്. കുറച്ച് ദിവസം ലീവ് ആയതുകൊണ്ട് പഠിക്കാനും ചെയ്യാനും അത്യാവശ്യം വർക്കുകൾ പെൻഡിങ് ആണ്. എന്നാൽ കൂടി അവളെ ഒന്ന് കണ്ടിട്ട് ക്ലാസ്സിലേക്ക് പോകാമെന്ന് കരുതി അവൻ ഗേറ്റിൽ തന്നെ നിന്നു. കുറച്ചു നേരം നിൽക്കേണ്ടി വന്നു അവളൊന്ന് വരാൻ. പക്ഷേ പ്രതീക്ഷിച്ച പോലെ അവളോടൊന്നും സംസാരിക്കാൻ അവന് കഴിഞ്ഞില്ല. അവർക്ക് തൊട്ടു പിന്നാലെ വിശ്വജിത്ത് സാറും പ്രജിൻ സാറും അനിൽ സാറും ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ചിരിച്ചിട്ട് അവൻ ക്ലാസ്സിലേക്ക് നടക്കേണ്ടി വന്നു. ഫസ്റ്റ് അവർ അനിൽ സാറാണ്, നോട്ട് പെൻഡിങ്ങും. അപ്പോൾ ഈ നിൽപ്പ് പണി കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവൻ വേഗം ക്ലാസ്സിലേക്ക് നടന്നത്. നിള കണ്ടില്ലെങ്കിലും സേതി കണ്ടിരുന്നു അവർക്ക് മുന്നേ നടന്നു പോകുന്ന സനിയെ, അവൻ്റെ തിരിഞ്ഞു നോട്ടത്തെ. തുടരും. സ്നേഹത്തോടെ, അഭിനവി.